പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന്റെ പരീക്ഷണവും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫലങ്ങളുമാണ് പറഞ്ഞത്. എന്തായിരുന്നു അതിന്റെ ചുരുക്കം? ഒരു ചാലകത്തിലേക്ക് കൂടി കറന്റ് പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അതായത് ചാലകം കാന്തമായിട്ട് മാറുന്നു, അല്ലെ? വൈദ്യുത പ്രവാഹിയായ ചാലകം ഒരു കാന്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയുള്ള ചാലകം? ഏത് ചാലകവും, ഏത് ഷേപ്പിലുള്ള ചാലകമാണ് എങ്കിലും കറന്റ് പ്രവഹിക്കുന്നുണ്ടോ അത് കാന്തമായിട്ട് മാറുന്നു. അത് നീളത്തിലായാലും വട്ടത്തിലായാലും ഏത് ഷേപ്പിലാണ് എങ്കിലും അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും എന്ന് ഈസ്റ്റഡ് നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മൾ ഓരോ ഷേപ്പിലുള്ള ചാലകങ്ങൾ എടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താക്കി? നീളത്തിലുള്ള ഋജുവായ ഒരു ചാലകം എടുത്തു, അല്ലെ? നീളത്തിലുള്ള ഒരു ചാലകം എടുത്തു. ആ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിനെ കുറിച്ച് പഠിച്ചു. നീളത്തിലുള്ള വളയാത്ത ഋജുവായ ചാലകത്തിലെ കൂടി കറന്റ് പോകുമ്പോൾ അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പഠിച്ചത്? അതിനു ചുറ്റുമുള്ള കാന്തിക ബലരേഖകൾ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്, അല്ലെ? കാന്തിക ബലരേഖകൾ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്. കറന്റ് മുകളിലോട്ട് ഒഴുകിയാലും താഴോട്ട് ഒഴുകിയാലും കറന്റ് ഇങ്ങനെ ഒഴുകിയാലും ഏത് രീതിയിൽ ഒഴുകിയാലും അതിനു ചുറ്റും ഉണ്ടാകുന്ന കാന്തിക ബലരേഖകൾ ഏകകേന്ദ്ര വൃത്തങ്ങളാണ്. ഇനി ആ ബലരേഖകളുടെ ദിശ, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കണം. വൃത്തങ്ങളാണല്ലോ കാന്തിക ബലരേഖകൾ. വൃത്തങ്ങൾ രണ്ട് രീതിയിൽ വരയ്ക്കാമല്ലോ. എങ്ങനെയൊക്കെ? പ്രദക്ഷിണ ദിശയിലും അപ്രദക്ഷിണ ദിശയിലും വരയ്ക്കാം. അപ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഒന്നെങ്കിൽ പ്രദക്ഷിണ ദിശയാണ്, അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാന്തിക ബലരേഖകളുടെ ദിശയാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. കാന്തിക ബലരേഖകൾ വൃത്തങ്ങളാണ്. അപ്പൊ വൃത്തം പ്രദക്ഷിണ ദിശയിലുള്ള വൃത്തമാണെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയും പ്രദക്ഷിണ ദിശയാണ്. അപ്രദക്ഷിണ ദിശയിലുള്ള വൃത്തമാണെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശയും അപ്രദക്ഷിണ ദിശയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ്? പ്രദക്ഷിണ ദിശയിലുള്ള വൃത്തമാണോ അല്ല അപ്രദക്ഷിണ ദിശയിലുള്ള വൃത്തമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് നിയമങ്ങളാണ്. ഒന്ന് മാക്സ്വെല്ലിന്റെ വലതു കൈപ്പെരുവിരൽ നിയമം. രണ്ട് മാക്സ്വെല്ലിന്റെ വലംപിരി സ്ക്രൂ നിയമം. ആ രണ്ട് നിയമങ്ങളും എന്താണ് എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും, അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്ലാസ്സിന്റെ അവസാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ, കുറച്ചുകൂടി എന്താ പറയുക, മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്തെന്ന് അറിയാവോ? നീളത്തിലുള്ള ചാലകത്തിനെ വട്ടത്തിലാക്കുന്നു, വലയ രൂപത്തിലാക്കുന്നു, എന്നിട്ട് കറന്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. സംശയം എന്താ? ചാലകത്തിന്റെ ആകൃതി എന്തുമായിക്കൊള്ളട്ടെ, കറന്റ് പോകുന്നുണ്ടോ അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം, വട്ടത്തിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലം നീളത്തിലുള്ള ചാലകത്തിന് ചുറ്റുമുള്ളത് പോലെ തന്നെയാണോ? ആണെങ്കിൽ ഈ കാന്തത്തിന്റെ കാന്തശക്തി കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റുമോ? എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറക്കാം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ കുഞ്ഞോണ് നല്ലോണം ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഞാനിവിടെ തമാശ ഒരു ചാലകത്തിനെ വട്ടത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ചാലകത്ത് വട്ടത്തിലുള്ള ഒരു ചാലകമാണിത്. ആ ചാലകത്തിന്റെ രണ്ടറ്റങ്ങളെ ഒരു ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് ഉണ്ട്, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ കൂടി കറന്റ് പോകുമല്ലോ. ഉറപ്പായിട്ടും കറന്റ് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കറന്റ് പോകുന്ന സമയത്ത് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും. ആ കാന്തിക മണ്ഡലം ഉണ്ടായാൽ കാന്തിക ബലരേഖകളും ഉണ്ടാകും. ആ കാന്തിക ബലരേഖകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ആ ചാർട്ടിലെ കൂടി കുത്തിയെടുത്തതാണ് ഇത്. കണ്ടാ, ഈ അറ്റം ചാർട്ടിന്റെ ഉള്ളിലേക്ക് കൂടി വന്നതാണ്. ഇവിടെ ഇങ്ങനെ കുത്തിയെടുത്തു, പുറത്തേക്ക് എടുത്തു. ഓക്കെ,
സാധാരണ രീതിയിൽ കാന്തിക ബലരേഖകൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ കാന്തസൂചിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കാന്തസൂചിയൊന്നും ഉപയോഗിക്കാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ നിയമം ഉപയോഗിച്ചിട്ട് നമ്മൾ കാന്തിക ബലരേഖകൾ വരയ്ക്കാണ്. ഏത്? മാക്സ്വെല്ലിന്റെ വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഈ വലയ ചാലകത്തിന്റെ ഈ എൻഡിനെ, ഈ അറ്റത്തിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു, ഈ അറ്റത്തിനെ ബി എന്ന് വിളിക്കുന്നു. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞോളെ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ എഴുതപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കറണ്ട് ഒഴുകിയിട്ട് ഇങ്ങനെ വന്നു. ഇപ്പൊ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ? എയിൽ നിന്ന് നേരെ ഇതിലേക്ക് കൂടി ഇങ്ങനെ വന്നു, തിരിച്ചിങ്ങനെ വന്നു, ബിയിലേക്ക് കൂടിയാണ്. സോ പ്രവാദിശ എങ്ങനെ? വൈദ്യുത പ്രവാദിശ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ വൈദ്യുത പ്രവാദിശ കാണുന്നത്? എന്താണ് അത്? പ്രദക്ഷിണ ദിശയിലാണ് അല്ലെ? വൈദ്യുത പ്രവാദിശ പ്രദക്ഷിണ ദിശയിലാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് വൈദ്യുത പ്രവാദിശ, വൈദ്യുത പ്രവാഹ ദിശ എങ്ങനെയാണ്? വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണ്. ഓക്കെ, പ്രദക്ഷിണ ദിശയിൽ. അപ്പോൾ പ്രദക്ഷിണ ദിശയിലാകുമ്പോൾ കാന്തിക ബലരേഖകൾ എങ്ങനെയാണുള്ളത് നോക്കാം. നോക്കേ, ഇത് ഈ ചാലകം കാർഡ്ബോർഡുമായിട്ട് ടച്ച് ചെയ്യുന്ന ബന്ധപ്പെടുന്ന പോയിന്റാണ്. ഞാൻ ഇതിനെ ഇവിടെ എക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് ഞാൻ ഇവിടെ വൈ എന്ന് വിളിക്കുന്നു. അപ്പൊ ഓക്കെ, ആക്ച്വലി ഈ പോയിന്റ് ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരുപാട് ഇതൊരു വൃത്തമാണ്. അത് ഒരുപാട് ചെറിയ ചെറിയ രേഖകൾ ചേർന്നതല്ലേ? ഇതാ നോക്കി, ഒരു രേഖ, വേറൊരു രേഖ, വേറൊരു രേഖ, വേറൊരു രേഖ, അങ്ങനെ ഒരുപാട് ചെറിയ രേഖകൾ ചേർന്നതല്ല ആക്ച്വലി ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ. ഈ ഒരു പോയിന്റ് അതൊരു ചെറിയൊരു രേഖയാണ്, ചെറിയൊരു ലൈനാണ് അല്ലെ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റിനെ ആ ചെറിയൊരു ലൈനിലേക്ക് കൂടി, എങ്ങനെയുള്ള ലൈൻ? ഋജുവായ ചാലകം. ഈ ഒരു പോയിന്റ് ഒരു ഋജുവായ ചാലകമായിട്ട് വിചാരിച്ച് കൺസിഡർ ചെയ്യും അല്ലെ? അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും കറണ്ട് പോകുന്നത് ഋജുവായ ചാലകത്തിലേക്ക് കൂടിയിട്ടല്ലേ? ഈ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഋജുവായ ചാലകമാണ്, ഇത് വേറെ ഋജുവായ ചാലകമാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചാലകമാണ്. അപ്പൊ ഇവിടെ ഇതിലെ കൂടി കറണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഋജുവായ ചാലകത്തിലെ കൂടി കറണ്ട് പോകുന്നു എന്നല്ലേ? ഋജുവായ ചാലകത്തിലെ കൂടി കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ ഫ്ലെമിംഗിന്റെ വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബിന്ദുവിൽ നമുക്ക് വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചിട്ട് കാന്തിക ബലരേഖകളുടെ ദിശ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് എങ്ങനെയായിരിക്കും കാന്തിക ബലരേഖകൾ? വൃത്തമായിരിക്കും, ഏകകേന്ദ്ര വൃത്തമായിരിക്കും. ആ വൃത്തങ്ങളുടെ കേന്ദ്രം ഏതാ? എക്സ് എന്നുള്ള ഈ ബിന്ദു. ഇവിടെയോ അവിടെയും എന്താണ്? ഏകകേന്ദ്ര വൃത്തങ്ങളായിരിക്കും. ആ വൃത്തത്തിന്റെ കേന്ദ്രം ഏതാ? അത് വൈ എന്നുള്ള ബിന്ദു അല്ലെ? എന്ന് പറഞ്ഞാൽ ഇവിടെ കാന്തിക ബലരേഖകൾ വരച്ചാൽ, ഞാൻ വരക്കുന്ന ദിശ പിന്നെ കണ്ടുപിടിക്കാം, നമുക്കിങ്ങനെ ഒരുപാട് വൃത്തങ്ങൾ കിട്ടും. അതേപോലെ ഇവിടെയും എന്ത് കിട്ടും? ഒരുപാട് വൃത്തങ്ങൾ കിട്ടും. ഇനി ആ വൃത്തങ്ങളുടെ ദിശയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ച് നോക്കി. ഈ ബിന്ദുവിൽ കറണ്ട് ഒഴുകുന്നത് മുകളിലോട്ടല്ലേ? അപ്പൊ മുകളിലോട്ട് പെരുവിരൽ വരുന്ന രീതിയിൽ ചാലകത്തിനൊന്ന് പിടിച്ചില്ലേ? പിടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള വിരലുകളുടെ ദിശയല്ലേ കാന്തിക ബലരേഖകളുടെ ദിശ? അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ എങ്ങോട്ടാണ് കുഞ്ഞോളെ? ഇങ്ങനെയല്ലേ? ഇതാ ബാക്കിയുള്ള വിരലുകൾ നോക്കുക, മുകളിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ചപ്പോ ബാക്കിയുള്ള വിരലുകളുടെ ദിശ. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ കാലിന് താഴോട്ടാണ്. അപ്പോൾ പെരുവിരൽ താഴോട്ടാണ് രീതിയിൽ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ബാക്കിയുള്ള വിരലുകൾ നോക്കുക, ഇങ്ങനെ അല്ലെ? ഇതാ ക്ലിയർ ആയോ?
ക്ലിയറായോ? എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? ഈ വലയത്തിന്റെ ഉള്ളില് കാന്തിക ബലരേഖകൾ എങ്ങോട്ടാണ്? വലയത്തിന്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്, ചുറ്റിന്റെ ഉള്ളിലോട്ടാണ്. നോക്കുക, പുറത്ത് നിന്നും ചുരുളിന്റെ ഉള്ളിലേക്ക്, അല്ലെ? ക്ലിയറായോടോ കുഞ്ഞോളിലേക്ക്? എങ്ങനെയാണ്? പുറത്ത് നിന്ന്, ഈ പുറത്ത് നിന്ന് ചുരുളിന്റെ ഉള്ളിലോട്ടാണ് കാന്തിക ബലരേഖകളുടെ ദിശ, അല്ലെ? അപ്പൊ എന്താണ് കാന്തിക ബലരേഖകളുടെ ദിശ? കാന്തിക ബലരേഖകളുടെ ദിശയാണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശ. മറന്നുകൂടാതെ, കാന്തിക വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണ് എങ്കിൽ കാന്തിക ബലരേഖകൾ എവിടെ നിന്നാണ്? ചുരുളിനകത്തേക്കാണ്, അല്ലെ? ചുരുളിനകത്തേക്ക്, പുറത്തു നിന്നും ചുരുളിനകത്തേക്കാണ് അതിന്റെ ദിശ കാണിക്കുന്നത്. ഇതിനിടെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു. ചുരുളിനകത്തേക്ക് എന്ന് പറയുന്നതിന് പകരം ഞാൻ വേറെ രീതിയിലൊന്ന് പറയട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ എക്സ് വൈ എന്നുള്ള ബിന്ദുവിനെ ബന്ധിപ്പിച്ചിട്ട് ഒരു ലൈന് വരക്കുന്നു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ലൈന് വരക്കുന്നു. ഇവിടെയാണ് എക്സ്, ഇവിടെയാണ് വൈ. എക്സ് വൈക്ക് ലംബമായിട്ടാണ് ചാലകം ഉള്ളത്. ഇത് എങ്ങനെയാണ് ഉള്ളത്? ചാലകം ഇങ്ങനെയാണ് ഉള്ളത്, എക്സ് വൈക്ക് ലംബമായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സപ്പോസ് ഇത് നോർത്ത് ആണെന്ന് വിചാരിക്കാം, ഇത് വടക്ക്, ഇത് തെക്കാണെന്ന് വിചാരിക്കാം. അതായത് വടക്ക് തെക്ക് ദിശയിൽ അല്ലെങ്കിൽ തെക്ക് വടക്ക് ദിശയ്ക്ക് ലംബമായിട്ട് ചാലകം വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞോളെ ഇതെന്താണ്? ഇത് വെസ്റ്റ് ആണ്, സോറി ഇത് ഈസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, അല്ലെ? ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞോളെ നോക്ക്, കാന്തിക ബലരേഖകൾ ചുരുളിനകത്തേക്ക് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞൂടെ? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കാന്തിക ബലരേഖകളുടെ ദിശ. അങ്ങോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക്. മനസ്സിലായില്ല? ഒന്നുകിൽ ഇങ്ങനെ പറയാം, കാന്തിക ബലരേഖകൾ ചുരുളിനകത്തേക്ക്. ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ എന്താണ്? കാന്തിക ബലരേഖകൾ. എവിടുത്തെ കാന്തിക ബലരേഖകൾ? ഇതിന്റെ ഉള്ളിൽ, വലയത്തിന്റെ ഉള്ളിൽ, പുറത്തുള്ള കാര്യമില്ല, വലയത്തിന്റെ ഉള്ളിൽ ചുരുളിനകത്തേക്കാണ്, വലയത്തിനകത്തേക്കാണ്. അതായത് ഈസ്റ്റിന് വെസ്റ്റിലോട്ട്. നോക്കടാ, എങ്ങനല്ലേ പോകുന്നുള്ളത്? ഇങ്ങനല്ലേ പോകുന്നുള്ളത്. അതായത് ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പൊ അത് മനസ്സിലായി. ഇനി സപ്പോസ് നമ്മൾ എന്താക്കുന്നു എന്നറിയോടാ കുഞ്ഞോളെ? ശ്രദ്ധിക്കണേ, ഒന്ന് കുഞ്ഞോളെ ശ്രദ്ധിക്കണേ. ചെറിയൊരു മാറ്റം നമ്മൾ അങ്ങ് വരുത്താണ്. ഈ മാഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ചാലകം. ഓക്കേ, നമ്മുടെ കാർഡ്ബോർഡിൽ നേരത്തെ പ്രവാഹം, വൈദ്യുത പ്രവാഹം എ ടു ബി ആയിരുന്നു. ഇത് നമ്മൾ എന്താക്കുന്ന അറിയാവുക? സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് തിരിച്ചു വെക്കുക. അതായത് ഇവിടെ നെഗറ്റീവും ഇപ്പോഴത്തെ പോസിറ്റീവുമായിട്ട് വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഇത് ഇങ്ങോട്ട് ഒഴുകും. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കറണ്ട് ഇത് ഇങ്ങനെ ഒഴുകും, അല്ലെ? ഇങ്ങനെ ഒഴുകും. അതായത് ബിയിൽ നിന്ന്, കറണ്ടിന്റെ ദിശ നോക്കണേ, ബിയിൽ നിന്ന് കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് എയിലേക്ക്. ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞാൽ എതിർഘടികാര ദിശ, അതായത് അപ്രദക്ഷിണ ദിശയിലാണ് ഇപ്പോൾ കറണ്ട് ഉള്ളത്. നിങ്ങൾ നോക്കുന്ന സമയത്ത്, ബോർഡിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിലാണ്. വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിൽ. ഏത്? അപ്രദക്ഷിണ ദിശയിൽ.
വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിൽ. അതായത് ഇത് എക്സ്, ഇത് വൈ. കറണ്ട് ഒഴുകുന്നത് ബി ടു എ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെയാണ് കാന്തിക ബലരേഖകൾ വരയ്ക്കേണ്ടത്. എന്തായാലും കാന്തിക ബലരേഖകൾ എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ്. കാരണം എന്താ? ഇത് ഒരു ഋജുചാലകമാണ്, ഈ പോയിന്റ് ഒരു ഋജുചാലകമാണ്. അപ്പൊ കാന്തിക ബലരേഖകൾ വരച്ചാൽ സംശയമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? കുട്ടികൾ പറ, നമുക്ക് എന്ത് കിട്ടും? ഏകകേന്ദ്ര വൃത്തങ്ങൾ കിട്ടും. പക്ഷെ കറന്റിന്റെ ദിശ മാറിയില്ലേ? കുഞ്ഞോളെ, കറന്റിന്റെ ദിശ മാറിയില്ലേ? എവിടെ നിന്ന് എങ്ങോട്ടായി? വൈ ടു എക്സ് അല്ലെങ്കിൽ ബി ടു എ. അതുകൊണ്ട് തന്നെ കാന്തിക ബലരേഖകളുടെ ദിശ മാറിയിട്ടുണ്ടാവും. നമുക്ക് ആ നിയമം ഉപയോഗിക്കാം. ഏത് നിയമം? പെരുവിരൽ നിയമം ഉപയോഗിച്ച് ഇവിടെ കറന്റ് മുകളിലോട്ടാണ്. അപ്പൊ കാന്തിക ബലരേഖകൾ നോക്കിയാൽ ഇങ്ങനെയല്ലേ? അല്ലെ? കാന്തിക ബലരേഖകളുടെ ദിശ കാണിക്കുന്നത് ഇതാ പുറത്തോട്ടാണ്, ചുരുളിന്റെ പുറത്തോട്ടാണ്. ഇനി ഇവിടെയോ ഇങ്ങനെയാണ്, കറന്റ് താഴോട്ടുള്ള. അപ്പൊ ഇങ്ങനെ വിളിക്കണം. അപ്പൊ കാന്തിക ബലരേഖകൾ ഇങ്ങനെ വീണ്ടും നമ്മൾ പുറത്തോട്ടാണ്, ചുരുളിന് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ എന്താണ് കാന്തിക ബലരേഖകളിലൂടെ എങ്ങനെയാണ്? കാന്തിക ബലരേഖകൾ ചുരുളിന് പുറത്തേക്ക്. എവിടെ? ചുരുളിന് പുറത്തേക്ക്. അല്ലെ? ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ കുഞ്ഞോളെ ഞാനിതാ ഈ ചാലകത്തിന് എക്സ് വൈ എന്നുള്ള ബിന്ദുവിനെ ബന്ധിപ്പിച്ചിട്ട് ലൈൻ വരയ്ക്കും. അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നോർത്ത് സൗത്ത്, അതായത് തെക്ക് വടക്കിൽ ലംബമായിട്ട് ചാലകം വെച്ചു. ആ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഞ്ഞോളെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇതെന്താണ് കുഞ്ഞോളെ? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പൊ കാന്തിക ബലരേഖകൾ എങ്ങനെ നോക്കുക? ഇതാ ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? അതായത് വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഓക്കെ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി എന്ന് ക്ലിയറായി? സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോ വലയചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകൾ ഒന്നെങ്കിൽ വലയത്തിന് അകത്തേക്കായിരിക്കും അല്ലെങ്കിൽ വലയത്തിന് പുറത്തേക്കായിരിക്കും. അത് നമ്മൾ ആ ചാലകത്തിലെ കൂടിയുള്ള കറന്റിന്റെ ദിശ മാറുമ്പോൾ അത് മാറും. ശരിയല്ലേ? അപ്പൊ ഈ വലയചാലകം ഒരു കാന്തമാണെന്ന് മനസ്സിലായി. ഈ കാന്തത്തിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഞോളെ, കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ പൊന്നുക്കളെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വലയചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം ഇവിടെ ഉണ്ട്. ആ കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അത് കണ്ടുപിടിക്കാണില്ലല്ലോ നമ്മൾ. ഇതാ ഞാൻ ഇതിനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ഒരു ലൈൻ വരക്കുന്നു. നേരത്തെ ചെയ്ത് അതന്നെ, വേറൊന്നും ഇല്ലടാ കുഞ്ഞോളെ, വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതിനെ ഞാനുണ്ടല്ലോടെ എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ വൈ എന്ന് വിളിക്കുന്നു. ഇത് നോർത്ത് സൗത്ത് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് നോർത്ത്, ഇത് സൗത്ത്. തെക്ക് വടക്ക് ദിശയ്ക്ക് ലംബമായിട്ട്. ഇത് തെക്ക് വടക്ക് ദിശ, അതിന് ലംബമായിട്ട് ചാലകം വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ കുഞ്ഞുക്ക് അറിയാലോ ഇതെന്താണ്? ഇത് ഈസ്റ്റും ഇത് വെസ്റ്റുമാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കാന്തിക ബലരേഖകൾ എങ്ങനെയാണോ പറഞ്ഞത്? ചുരുളിന്റെ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കറണ്ട് അപ്രദക്ഷിണ ദിശയിലായിരിക്കുമ്പോൾ കാന്തിക ബലരേഖകൾ എങ്ങനെയാണ്? ചുരുളിന് പുറത്തേക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനുണ്ടല്ലോ കുഞ്ഞോളെ, ഇവിടെ ഒരു കാന്തസൂചി കൊണ്ടുവച്ചാൽ കാന്തസൂചിക്ക് ചെറിയൊരു കാന്തമാണ്. കാന്തസൂചിക്ക് എന്തുണ്ട്?
ഒരു നോർത്തും ഒരു സൗത്തും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചാലകളുള്ളത് ചാലകർ ഇങ്ങനെയുള്ളത്. അപ്പൊ അതിന്റെ നടുവിൽ ഇതാ ഈ പോയിന്റിൽ ഞാനൊരു കാന്ത സൂചി കൊണ്ടുവച്ചു. നിങ്ങൾ തടുക്കെടുക്കടാ. ഇങ്ങനെ ഇതുള്ളത് നമ്മുടെ ചാലകുള്ളത് ഇങ്ങനെയാണ്. ഇതിവിടെ ഇങ്ങോട്ടാണ് ഞാൻ വരച്ച ലൈൻ, നോർത്ത് സൗത്ത് എന്നുള്ള ആ ലൈൻ ഇതാണ്. അപ്പൊ ഇതെന്താണ് ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഞാൻ കാന്തസൂചി എങ്ങനെയാ വെച്ചിട്ടുള്ളത്? ഇത് എങ്ങനെയാ വെച്ചിട്ടുള്ളത്? അപ്പൊ ഇത് കാന്തസൂചിയുടെ നോർത്ത്, ഇത് കാന്തസൂചിയുടെ സൗത്ത്. അത് എങ്ങനെ നിൽക്കും? അതിങ്ങനെ നിൽക്കും. എന്തുകൊണ്ട്? അപ്പൊ പറ, കാന്തസൂചി എപ്പോഴും എങ്ങോട്ടാ നിൽക്കുക? കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ. കാന്തസൂചി എപ്പോഴും എങ്ങനെയാ നിൽക്കുക? കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ. കാന്തിക മണ്ഡലം എവിടെ നിങ്ങോട്ടാ? വെസ്റ്റ് ടു ഈസ്റ്റ്. അതുകൊണ്ട് ഇപ്പൊ ഞാനിവിടെ ഒരു കാന്തസൂചി എടുത്താല്, അതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞത്, കാന്തസൂചി എന്തിനു ഉപയോഗിക്കുന്നു? കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ നോർത്ത് ഇങ്ങോട്ട് തിരിയും, സൗത്ത് ഇവിടെ ആയിരിക്കും. അപ്പൊ കാന്തസൂചിയുടെ നോർത്ത് ഇങ്ങോട്ടായിരിക്കും, സൗത്ത് ഇങ്ങോട്ടായിരിക്കും. ഞാൻ എന്താക്കുന്ന അറിയാവോ? ഇതാ നടുവില വെച്ചിട്ടുള്ളത്. ആറ് ഞാൻ മെല്ലെ കൊണ്ടുപോകുന്നു. മെല്ലെ ഇതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ കാന്തസൂചി പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഇതാ ഇവിടെ നടുവിലുള്ളത് ഇങ്ങനെയാണ്. ഞാൻ ഇവിടുന്ന് അകം ദൂരത്തേക്ക് കൊണ്ടുപോകണം. ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മെല്ലെ തിരിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ദൂരത്തേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ നിൽക്കും. ഇതെന്താ സംഗതി? ഇത് ഭൂമിയുടെ നോർത്ത്, ഇത് ഭൂമിയുടെ സൗത്ത്. അതായത് ഇപ്പോൾ ഈ കാന്തസൂചി ഈ വലയ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിന്റെ പുറത്താണുള്ളത്. ഈ വലയ കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടല്ലോ. ആ കാന്തിക മണ്ഡലത്തിന്റെ പുറത്തേക്ക് വന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് ഇപ്പൊ ഇതുള്ളത്. അപ്പൊ അതിന്റെ കാന്തിക മണ്ഡലം ഇതുവരെ ഉണ്ട്. ഇത് കുറച്ചിങ്ങോട്ട് വന്നാൽ കൊണ്ട് ഇങ്ങോട്ട് തിരി അങ്ങനെ വന്ന് നടുക്കെത്തുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഏത് വരെയുണ്ട് കാന്തിക മണ്ഡലം? ഇത് വരെയുണ്ട് കാന്തിക മണ്ഡലം. ഇതിന്റെ കാന്തിക മണ്ഡലം ഇത് വരെയുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന അറിയാം അവിടെ കുഞ്ഞോളെ, ഈ റിയോസ്റ്റാറ്റ് ഉണ്ടല്ലോ, ആ റിയോസ്റ്റാറ്റിൻ ഇപ്പൊ റിയോസ്റ്റാറ്റ് ഇവിടെ ഉണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താടാ? കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ പ്രതിരോധത്തിലേക്ക് കൂടി കയറിട്ട് ഇതിലെ കൂടി മുകളിലോട്ട് കയറിട്ട് വരും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാ ഇവിടെ നിന്ന് വന്ന കറണ്ട് ഇതിലെ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇതിലെ കൂടി കയറിട്ട് ഇതിലെ കൂടി ഇങ്ങനെ വരും. ഇതായിരിക്കും എന്റെ കുഞ്ഞൊക്കെ മനസ്സിലാകണ്ടോ? അതേസമയം ഞാൻ ഇതിനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചാലോ, ഇവിടെ കൊണ്ടുവച്ചാലോ, ഈ പോസിറ്റീവ് തുടങ്ങുന്ന കറണ്ട് നേരെ ഇതിനെ കൂടി കയറിട്ട് പോകും. ഈ കുഴിയിലൊക്കെ ഒന്നാകുമോ എന്ന് പറഞ്ഞാൽ പ്രതിരോധം തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതേസമയം ഇവിടെ കൊണ്ടുവച്ചാലോ എല്ലാ പ്രതിരോധത്തിലെ കൂടി കയറ്റി വരും. അപ്പൊ കറണ്ട് നല്ലോണം കുറയും. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൂടും, ഇവിടെ വെച്ചാൽ കറണ്ട് കുറയും. അപ്പൊ ഇപ്പൊ എന്താ അവസ്ഥ? കറണ്ട് കൂടിയില്ലേ? കറണ്ട് കൂടിയില്ലേ? മറടാ, കറണ്ട് കൂടിയില്ലേ? ഇനി നിങ്ങൾ എന്താക്കുന്നത്? ഇതേ പരിപാടി കറണ്ട് കൂട്ടി, ഇതിൽ കൂടി എഴുതുന്ന വൈദ്യുത പ്രവാഹ തീവ്രത കൂടി കൊണ്ടുപോകാം. നമ്മുടെ കാന്തസൂചി കൊണ്ടുപോകാം. അപ്പൊ കാന്തസൂചി ഇവിടെയാണ് ഉള്ളത്. എങ്ങനെയാണ് നിൽക്കുന്നത് കാന്തസൂചി? കാന്തത്തിന്റെ നോർത്ത് ഈസ്റ്റിലോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ? കാന്തിക ബലരേഖകൾ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഇനി ഞാനിത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. നേരത്തെ ഇവിടേക്ക് എത്തിയപ്പോഴാണ് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നത് അല്ലെ? ഇനി ഞാൻ വീണ്ടും കൊണ്ടുവന്നു. നേരത്തെ തിരിഞ്ഞ ആ പോയിന്റിലേക്ക് തിരിയുന്നില്ല, കുറേ ദൂരത്ത് പോയിട്ടാകുമ്പോഴാണ് നിന്നത്. ഏത്? നോർത്ത് സൗത്ത് ആയിട്ട് നിന്നത് ഇവിടേക്ക് എത്തുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കാന്തിക മണ്ഡലം ഇതുവരെയായിരുന്നു, ഇപ്പൊ കാന്തിക മണ്ഡലം ഇതുവരെയാണ്. കുറച്ചുകൂടി ദൂരെ കാന്തിക മണ്ഡലം വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാന്തത്തിന്റെ ശക്തി വർദ്ധിച്ചു എന്നല്ല അർത്ഥം. അതായത് ചുരുളിലെ കൂടി ഒഴുകുന്ന വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കുമ്പോൾ കാന്തത്തിന്റെ കാന്തശക്തി വർദ്ധിക്കുന്നു. അതായത് കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വൈദ്യുത പ്രവാഹ തീവ്രത. എന്നാണ് വൈദ്യുത പ്രവാഹ തീവ്രത. അത് എങ്ങനെ സ്വാധീനിക്കുന്നു? സ്വാധീനിക്കുന്ന ഘടകമാണ് ഇപ്പൊ പറഞ്ഞത്. എങ്ങനെ സ്വാധീനിക്കുന്നു? വൈദ്യുത പ്രവാഹ തീവ്രത എങ്ങനെ സ്വാധീനിക്കുന്നു? കുഞ്ഞോട് പറയടാ, എങ്ങനെ സ്വാധീനിക്കുന്നു? വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കുമ്പോൾ കാന്തത്തിന്റെ കാന്തശക്തി വർദ്ധിക്കുന്നു. വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കുമ്പോൾ കാന്തത്തിന്റെ കാന്തശക്തി വർദ്ധിക്കുന്നു.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് കുറയുമ്പോൾ എന്താവും? കാന്തശക്തി കുറയും. കറണ്ട് ഒഴിവാക്കിയാൽ നേരെ ഓഫാണ്. അപ്പൊ എന്താവും? ഇവിടെ ഇത് കാന്തമല്ല. കറണ്ട് ഒഴുകുമ്പോൾ കാന്തമാകുന്നു, കറണ്ട് കൂടുമ്പോൾ കാന്തശക്തി കൂടുന്നു, കറണ്ട് കുറയുമ്പോൾ കാന്തശക്തി കുറയുന്നു. സോ വലിയ കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വൈദ്യുത പ്രവാഹ തീവ്രത. ഞാൻ ഈ കാന്തസൂചി തിരിയുന്നതെല്ലാം പറഞ്ഞ് മനസ്സിലായിനടാ. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തേ കാന്തത്തിന്റെ നോർത്ത് ഇങ്ങോട്ട് തിരിഞ്ഞത്? കാന്തസൂചി എപ്പോഴും നിൽക്കേണ്ടത് എങ്ങനെയാണെങ്കിലും അതൊരു കാന്തിക മണ്ഡലത്തിൽ വെച്ചാൽ ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. ഇപ്പൊ ഇതുള്ളത് ഈ കാന്തത്തിന്റെ മണ്ഡലത്തിലാണ്. ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലം എങ്ങോട്ടാണ്? നോർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പൊ അതിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് തിരിയണം? നോർത്ത് ഈസ്റ്റിലോട്ട് തിരിയണം, സൗത്ത് വെസ്റ്റിലോട്ട് തിരിയണം. എപ്പോഴാണോ അത് ഈ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിന് പുറത്ത് കിടക്കുന്നത് അപ്പോൾ ഭൂമിയുടെ നോർത്ത് സൗത്ത് ആയിട്ട് നിൽക്കണം. അപ്പൊ ഇനി അതിന് ഡൗട്ട് ഉണ്ടാവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാവോ? കറണ്ട് നേരത്തെ ഉള്ള പോലെ തന്നെ വെക്കുക. കറണ്ടിന് മാറ്റം വരുത്തുന്നില്ല. കറണ്ടിന് മാറ്റം വരുത്തില്ലെങ്കിൽ കാന്തിക മണ്ഡലത്തെ ഇതുവരെ ഉണ്ടായത്. കറണ്ട് കൂട്ടിയപ്പോ ഇതുവരെ, കറണ്ട് നേരത്തെ ഇതുവരെ. ഇനി ഞാൻ ഉണ്ടാക്കുന്ന അറിയാമോ? ഇതിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുന്നു. ഇപ്പൊ ഇതിൽ എത്ര ചുറ്റാണുള്ളത്? ഒരു ചുറ്റേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ചുറ്റും ഒന്നുകൂടി കൂട്ടുന്നു, വീണ്ടും ഒരു ചുറ്റും കൂടി കൂട്ടുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടി ഇതിനെ കൊണ്ടുവന്നിട്ട് എവിടെ കാന്തസൂചി എവിടെ? ഇപ്പൊ അവിടെ ഉള്ളത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നേരത്തെ കാന്തിക മണ്ഡലം ഏതുവരെ? ഇതുവരെ അല്ലേ? ഇടത്തോളം കൊണ്ടുവന്ന് തിരിഞ്ഞില്ല. ഏതുപോലെ ഇതിന്റെ നോർത്ത് ഈസ്റ്റിലോട്ട് തന്നെ ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞില്ല? ഇങ്ങോട്ട് തിരിഞ്ഞില്ല, നോർത്തിലോട്ട് തിരിഞ്ഞില്ല. എപ്പോഴും തിരിഞ്ഞു നോക്കോ? എടുത്ത് കിട്ടുമ്പോ തിരിഞ്ഞു. എന്ന് പറഞ്ഞെന്താ? കാന്തിക മണ്ഡലം വ്യാപിച്ചു എന്ന് പറഞ്ഞ് ഇതിന്റെ കാന്തശക്തി വർദ്ധിച്ചു. അതായത് ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കാന്തശക്തി വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് രണ്ടാമത്തെ ഘടകം? ചുറ്റുകളുടെ എണ്ണം. ചുറ്റുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ചുറ്റുകളുടെ എണ്ണം. ഏതാ രണ്ടോ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിക്കുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു, കാന്തശക്തി വർദ്ധിക്കുന്നു. ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കാന്തശക്തി വർദ്ധിക്കുന്നു. ഓക്കെ അല്ലേ? നന്നായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കി. കുഞ്ഞോളെ, നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സ്വതന്ത്രമായി നിൽക്കുന്നൊരു കാന്തസൂചിയുണ്ട്. സ്വതന്ത്രമായി നിൽക്കുന്നൊരു കാന്തസൂചി ഇതാണ് നമ്മുടെ കാന്തസൂചി. ഓക്കെ, ഇത് കാന്തസൂചിയുടെ നോർത്ത്, ഇത് കാന്തസൂചിയുടെ സൗത്ത്. സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാമോ? ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത്, എങ്ങനെ വെച്ചിട്ടാണ് ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ പറ്റും. ഒരു കാന്തിക മണ്ഡലത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അല്ലെങ്കിൽ എപ്പോഴും നോർത്ത് സൗത്ത് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ കുഞ്ഞോളെ. ഇനി ഇതിങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴെ കൂടിയിട്ട് ഒരു ചാലകം പോകുന്നുണ്ട്. ഇതിന്റെ താഴെ ഒരു ചാലകമുണ്ട്. ഈ ചാലകത്തിലെ കൂടിയിട്ട് തെക്ക് നിന്ന് വടക്കോട്ട്, അതായത് കാന്തസൂചിയുടെ തെക്ക് നിന്ന് വടക്കോട്ട്, കാന്തസൂചിയുടെ തെക്കിലാണ് വടക്കിലാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് ഒഴുകുന്നു. ഇത് നീളമുള്ള ഒരു ചാലകമാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് ഒഴുകുന്നു. എങ്കിൽ കാന്തസൂചിയുടെ ഉത്തര ധ്രുവം എങ്ങോട്ട് തിരിയും? കറണ്ട് ഒഴുകുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അതെപ്പോഴും നോർത്ത് സൗത്ത് ആയിട്ട് നിൽക്കും. അക്കാര്യം ഒപ്പല്ലേ? കറണ്ട് ഒഴുകാൻ തുടങ്ങി. കറണ്ട് ഒഴുകുമ്പോൾ ഇതിന് ചുറ്റും അങ്ങോട്ട് ഒഴുകുന്നത് ഇങ്ങോട്ട്, സൗത്ത് ടു നോർത്ത്. ഇതാണ് സൗത്ത്, ഇതാണ് നോർത്ത്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലാണ് ഇത് തിരിയുക. കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് നോർത്ത് തിരിയും. അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. കാന്തസൂചി എപ്പോഴും തിരിയുന്നത് എങ്ങോട്ടാണ്? കാന്തസൂചി എപ്പോഴാണ് തിരിയുക? വേറൊരു കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിൽ വെക്കുമ്പോൾ കാന്തസൂചി തിരിയും. ആ കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് കാന്തസൂചി തിരിയുക. അപ്പോൾ ഇതിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങോട്ടാണ്? അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വലത് കൈ പെരുവിരൽ നിയമം. അവ പിടിക്കി, ഞങ്ങൾ അങ്ങനെ പിടിക്കണം. കറണ്ട് പോകുന്ന ദിശയിലേക്ക് തള്ളവിരലാക്കി പിടിക്കി. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എന്താ കിട്ടുന്നത്? കാന്തിക ബലരേഖ എങ്ങനെയാ ഉണ്ടാവുക?
കാന്തിക ബലരേഖ വൃത്തമാണ് അല്ലെ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ആ വൃത്തം എങ്ങോട്ടാണ് നോക്കുക? എങ്ങോട്ടാണ്? ഇത് ഇങ്ങോട്ടല്ലേ? അതായത് ബോർഡിന്റെ പുറത്തോട്ട്. അതായത് ദിശ പറയുകയാണെങ്കിൽ ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ കുഞ്ഞോളെ ഇത് തീർച്ചയായിട്ടും എന്താണ്? ഈസ്റ്റ് ആണ്. ഇതെന്താണ്? വെസ്റ്റ് ആണ്. ഇത് നോർത്ത്, ഇത് സൗത്ത് എങ്കിൽ ഇതെന്താണ്? ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നേരെ ഇതാണ് നമ്മുടെ ചാലകം. ഇതിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖ ഇങ്ങനെയാണ്. ആ കാന്തിക ബലരേഖയുടെ മുകൾ ഭാഗത്ത് എങ്ങോട്ടാണ് ദിശ? ബോർഡിൽ നിന്ന് പുറത്തോട്ട്, അതായത് ഈസ്റ്റിലോട്ട്, കിഴക്ക് ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള കാന്തിക ബലരേഖകൾ കാന്തസൂചിയുടെ ഉത്തര ധ്രുവം എങ്ങനെ തിരിയും? കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിയും എന്ന് പറഞ്ഞാൽ കാന്തസൂചിയുടെ ഉത്തര ധ്രുവം എങ്ങോട്ടാണ് തിരിയുന്നത്? കിഴക്ക് ഭാഗത്തേക്ക് തിരിയും. മനസ്സിലായില്ല? ഓക്കെ. ഇനി ഏത് നിയമം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇനി നിഗമനത്തിൽ എത്തിച്ചേർന്നത്? എന്താണ്? വലത് കൈ പെരുവിരൽ നിയമം. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? വൈദ്യുത പ്രവാഹം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ചാലകമുള്ളത് ഇങ്ങനെയാണ്, കാന്തസൂചിയുള്ളത് ഇങ്ങനെയാണ്, ചാലകമുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ. ചാലകമുള്ളത് ഇങ്ങനെയാണ്. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറണ്ട് ഒഴുകുന്നു. അപ്പൊ കാന്തിക ബലരേഖ എങ്ങനെയാണ്? മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇത് വെച്ച രീതിക്കാണെങ്കിൽ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പൊ കാന്തിക ബലരേഖ ഇങ്ങനെയാണ്. അതിന്റെ ഈ കാന്തിക ബലരേഖയുടെ ദിശ എങ്ങോട്ടാണ് അങ്ങനെ കണ്ടുപിടിക്കാം? കറന്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഈസ്റ്റിന് വെസ്റ്റിലോട്ട്. അങ്ങനെ ആ ചാലകത്തിൽ നിന്ന് പിടിക്കുന്ന സമയത്ത് കാന്തിക ബലരേഖകൾ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാല് ഇത് നമ്മള് നോർത്ത് സൗത്ത് ആയിട്ട് എടുക്കുമ്പോൾ കാന്തിക ബലരേഖ ഒന്നുകൂടി മനസ്സിലായി. ചിലപ്പോൾ കുഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മാഷ് വേറെ രീതിയിൽ വരക്കാം. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖ. ഓക്കെ. അതിന്റെ ദിശ എങ്ങോട്ടാണ് പറഞ്ഞത്? കറന്റ് അങ്ങോട്ടല്ല ഒഴുകിയത്. അപ്പൊ എങ്ങോട്ടാണ്? ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് വെസ്റ്റ് ആണെങ്കിൽ ഇത് നോർത്ത്, ഇത് സൗത്ത്. കാന്തിക ബലരേഖ എങ്ങോട്ടാണ്? നോർത്തിലോട്ട്. ഇതാണ് നമ്മുടെ ചാലകം. കറന്റ് അങ്ങോട്ട് പോകുന്നു, അതിന്റെ ഫലമാണ് കാന്തിക ബലരേഖ ഇതാണ്. അപ്പൊ കാന്തിക ബലരേഖയുടെ ദിശ മുകൾ ഭാഗത്ത് അങ്ങോട്ടാണ്. അവിടെ നിന്നാണ് നോർത്ത്, സൗത്ത്. യുടെ ദിശയിലേക്ക്, അതായത് നോർത്തിലോട്ട്. ഇത് ഓൾറെഡി നോർത്തിൽ തന്നെയല്ലേ ഉള്ളത്, അങ്ങനെയല്ലേ ഉള്ളത്, ഇങ്ങനെയല്ലേ വെച്ചിട്ടുള്ളത്. എങ്ങോട്ട് തിരിയണം? നോർത്തിലോട്ട് തിരിയണം. നോർത്ത് അങ്ങോട്ട് തന്നെ. സോ ഇതിനെന്ത് സംഭവിക്കില്ല? വിഭ്രംശങ്ങൾ സംഭവിക്കില്ല. ഓൾറെഡി അങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ. നന്നായിട്ടൊന്ന് മനസ്സിലാക്കി.